ആ ചോദ്യത്തിന് പിന്നുള്ള കൗതുകം വരുന്നത് ഒരുപക്ഷെ ഇലക്ട്രിസിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാനാണ് സാധ്യത. അതായത് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പലയിടങ്ങളിൽ സ്കൂളിലൊക്കെ പഠിച്ച ധാരണകളുടെ ചെറിയ പരിമിതികൾ കൊണ്ടും നമുക്ക് ശരിക്കും ഇലക്ട്രിസിറ്റി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ആക്ച്വലി അത് പറയുന്നത്ര അല്ലെങ്കിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തോന്നുന്നത്ര സിമ്പിൾ അല്ല ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ സ്കൂളിലൊക്കെ പഠിക്കുന്നൊരു നിയമം ഓംസ് ലോ എന്ന് പറയും. അപ്പോൾ ഓംസ് ലോ നമ്മുടെ നാട്ടിൽ ഞാനിത് പഠിപ്പിച്ചിട്ട് ഞാൻ കോളേജ് അധ്യാപകനായതുകൊണ്ട് സ്കൂളിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. മിക്കവാറും പേർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയും കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ഓംസ് ലോ നമ്മൾ പറയുന്നത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഒഴുകി പോകുന്നതിനുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വൈദ്യുതി ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് വോൾട്ടേജിനെ വിളിക്കുന്നത്. കറണ്ട് എന്ന് പറയുന്നത് ഈ ഒഴുക്കിനെയാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ എന്തോ ഒഴുകാൻ ശ്രമിക്കുന്നു, എന്തോ അതിനെ ഒഴുക്കാൻ ശ്രമിക്കുന്നു, എന്തോ അതിനെ തടയാൻ ശ്രമിക്കുന്നു. ഇതാണ് അവിടെ വരുന്നത്. പലപ്പോഴും ഞാനിങ്ങനെ ചോദിക്കും, നിങ്ങൾ കറണ്ടാണോ വോൾട്ടേജ് ആണോ ആദ്യം ഉണ്ടാവും? കാരണം ഇത് ഒഴുകുന്നതിനെ തടയാൻ ശ്രമിക്കുന്നതാണോ ഒഴുക്കാൻ ശ്രമിക്കുന്നതാണോ തടയാൻ ശ്രമിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമുക്ക് എത്ര പേർക്ക് ധാരണയുണ്ട്. പൊതുവിൽ സ്കൂളിൽ പിള്ളേർ ഓംസ് ലോയുടെ നിയമം ഇക്വേഷനായിട്ട് പറഞ്ഞാൽ അവർ പറയും V = IR. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ഇങ്ങനെ പറയും. ആക്ച്വലി ഓംസ് ലോ ഈ മറ്റേ ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ആൾ ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയല്ല. കാരണം അദ്ദേഹം ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇന്ന് കാണുന്നത് പോലത്തെ കറണ്ടൊന്നും മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അത് വേറെയാണ്. ആക്ച്വലി ഓംസ് ലോ ഇന്ന് പറയേണ്ടത് I = V/R എന്നാണ്. നമ്മൾ ഗണിത സമവാക്യം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്നാണ്, പക്ഷേ രണ്ടും രണ്ടർത്ഥമാണ്. അതായത് എത്ര കറണ്ട് ഒഴുകുമെന്ന് തീരുമാനിക്കുന്നത് എത്ര വോൾട്ടേജ് അവിടെ ഉണ്ട്, എത്ര റെസിസ്റ്റൻസും, ഇതാണ്, അല്ല തിരിച്ചല്ല. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഞാൻ സ്ഥിരം ഇത് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു ഉപമ എന്ന് പറയുന്നത്, നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന കാര്യമാണ്. വെള്ളം വരണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സ്രോതസ് മുകളിലായിരിക്കണം. ടാപ്പിൻ്റെ ലെവലും വാട്ടർ ടാങ്കിൻ്റെ ലെവലും ഒന്നാണെങ്കിൽ വെള്ളം ഒഴുകില്ല. ടാങ്കിന് മുകളിലാണ് പൈപ്പെങ്കിൽ വെള്ളം വരികയേയില്ല. അപ്പോൾ ടാങ്കിലെ ജലനിരപ്പും ടാപ്പിലെ ജലനിരപ്പും തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസമാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് പക്ഷേ നമ്മൾ ഇലക്ട്രിസിറ്റിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക്കലാണെങ്കിൽ ഇത് ഗ്രാവിറ്റേഷനിലാണെന്ന് പറയാം. ഇനി ഇത് ഒഴുകി വെച്ചാൽ മുകളിൽ ചെന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നേച്ചറിലെ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഇത് നീങ്ങി അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. പ്രകൃതിയിൽ എന്തും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചാർജ് ആയാലും വെള്ളമായാലും എന്ത് സംഗതി ആയാലും. ചാർജ് ആണെങ്കിൽ ചാർജ് കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകാൻ ശ്രമിക്കും. പക്ഷേ കുഴപ്പമുണ്ട്, കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരണമല്ലോ, അതിനൊരു മീഡിയം വേണം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ അത് ടാപ്പാണ്, ടാപ്പിലേക്ക് വരുന്ന പൈപ്പ് കണക്ഷനാണ്. ഇനി ആ പൈപ്പ് ഏതാണെന്നുള്ളതിനെ ബാധിക്കും. കാരണം വലിയ വാവട്ടമുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം പെട്ടെന്ന് ഒഴുകി പോരും. അപ്പോൾ എത്രത്തോളം വെള്ളം ഒഴുകുന്നു അതാണ് കറണ്ട്. വെള്ളം താഴെ പാത്രം വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് എത്ര വെള്ളം പിടിക്കാം, അത് പൈപ്പ് മാറുമ്പം കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ കൂടുതൽ വാവട്ടമുള്ള പൈപ്പെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ വയറ് പോലാണ്, കുറച്ചുകൂടി നന്നായിട്ട് അതിലൂടെ ഒഴുകി വരാൻ അത് അനുവദിക്കും. വാവട്ടം കുറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ അതുപോലെ ഈ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വൈദ്യുതി ഒഴുകുന്നതിന് ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് എത്ര റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ ആ വയറിൻ്റെ കനം എത്രയുണ്ട്, നീളം എത്രയുണ്ട്, ആ വയറുണ്ടാക്കിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, അത് കോപ്പറാണോ ഇരുമ്പാണോ, ഇതിനനുസരിച്ചിട്ടൊക്കെ മാറും. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നാണ് ഈ റെസിസ്റ്റൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇടയ്ക്കിരിക്കുന്ന മീഡിയത്തിലൂടെ വൈദ്യുതി എത്ര നന്നായിട്ട് ഒഴുകും. ഈ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ ഫ്ലോ ഓഫ് ചാർജാണ്. ഓക്കെ, ഈ ഫ്ലോ ഓഫ് ചാർജ് എന്ന് ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടു, ലൈറ്റ് കത്തി. പൊതുവിൽ ഞാൻ ഈ മെൻ്റൽ പിക്ചർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ പിള്ളേർ പറയുന്നത്, സ്വിച്ച് ഇടുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന കറണ്ട് നേരെ ഒഴുകി ബൾബിൽ ചെന്നത് കത്തിക്കും. ഇല്ല, നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ടാങ്കിൽ നിന്നും വെള്ളം ഒഴുകി ടാപ്പിൽ വരണ്ട, നമ്മൾ തുറക്കുമ്പോൾ തന്നെ വരികയല്ലേ. കാരണം വെള്ളം അവിടെയുണ്ട് ഇവിടെയുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന പുഷാണ് ടാപ്പിൻ്റെ തുമ്പിൽ നിന്നും വെളിയിലേക്ക് കിട്ടുന്ന പുഷ്. അപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഒരു പുഷ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്, അത് ബൾബിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് അകത്തേക്ക് പുഷ് ഓൺ ചെയ്തോളൂ, അപ്പോൾ തന്നെ അത് കത്തും. അതിന് കറണ്ട് ഒഴുകി അവിടെ എത്തണ്ട. ഇനി AC, DC AC ഉണ്ട്. നമ്മൾ കറണ്ട് 2 തരമുണ്ട്. ഡയറക്റ്റ് കറണ്ട് എന്നും ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും വിളിക്കും. അപ്പോൾ ഈ കറണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കറണ്ടിനുകൊണ്ട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർ കറണ്ട് ഉണ്ടാക്കാൻ എങ്ങനെ ശ്രമിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആദ്യം കണ്ടുപിടിക്കുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച്
ചാർജിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകാൻ അതിനെ അനുവദിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇതാണ് ആദ്യം കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗം. പക്ഷേ കുഴപ്പമുണ്ട്, ഈ കെമിക്കൽസ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ തീരും, പിന്നെ അതിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കരുത്. പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ല. കെമിക്കൽ കീപ്പ് ചെയ്യണം, അത് വലിപ്പം കൂട്ടി വെക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ ഹാൻസ് ഈസ്റ്റഡ് എന്നും മൈക്കൽ ഫാരഡേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു സംഗതി കണ്ടുപിടിക്കുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വേരി ചെയ്തുകൊണ്ടിരുന്നാൽ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ആ സാന്നിധ്യത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ, പ്രത്യേകിച്ച് കണ്ടക്ടർ, ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ കഴിയുന്ന, ചാർജിന് ഒഴുകാനുള്ള സാഹചര്യമുള്ള ഒരു പ്ലാസ്റ്റിക്കിലൂടെ കറണ്ട് പോകാത്തതിന് കാരണം പ്ലാസ്റ്റിക്കിലെ ആറ്റങ്ങളും മോളിക്യൂളുകളും ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനകത്തൂടെ ഇലക്ട്രോൺസിന് അങ്ങനെ ഒഴുകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്. പക്ഷേ മെറ്റൽസ് ആണെങ്കിൽ, വലിയ ആറ്റങ്ങളാണെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രീ ആണ്. അതുകൊണ്ടാണ് അത് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കഴിഞ്ഞാൽ അതിനകത്തൊരു കറണ്ട് ഉണ്ടാവും എന്ന് നമ്മളിപ്പോൾ ഹാൻസ് ഈസ്റ്റഡിൻ്റെ പരീക്ഷണം സ്കൂളിൽ പഠിപ്പിക്കും. ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ, ഈ കാന്ത സൂചിക്കിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് പുള്ളി കണ്ടു. അതിൻ്റെ റിവേഴ്സാണ് മൈക്കൽ ഫാരഡേ ചെയ്തു നോക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി നോക്കുമ്പോൾ കറണ്ട് ഒഴുകുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. മൈക്കൽ ഫാരഡേയെ വൈദ്യുതിയുടെ പിതാവെന്ന് വിളിക്കാൻ കാരണം ഈ കണ്ടെത്തലാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഒപ്പിക്കുക, അതിനെ ഇങ്ങനെ മാറ്റുന്ന രീതിയിൽ, അത് മാഗ്നറ്റ് മൂവ് ചെയ്താൽ മാറ്റം ഉണ്ടാക്കാം. അവിടെ ഒരു കറണ്ട് കടത്തിവിടാൻ കഴിയുന്ന വസ്തു വെച്ചാൽ അതിനകത്ത് കറണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് വേണമല്ലോ ഇതിനെ മൂവ് ചെയ്യുന്നുകൊണ്ട് പോകണമെങ്കിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അതേതാണ്? അത് കറക്കമാണ്. അപ്പോൾ മാഗ്നറ്റിനെ കറക്കുക അതിനകത്ത് ഫീൽഡ്. പക്ഷേ കറക്കുമ്പോഴുള്ള കുഴപ്പം, ഒരു വസ്തു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിൽ അത് ഓപ്പോസിറ്റായിട്ടാണ് നീങ്ങുന്നത്. ഞാൻ ഇങ്ങനെ വിരൽ കറക്കുമ്പോൾ ഈ ഭാഗത്തത് മുകളിലേക്കും മറുവശത്ത് താഴേക്കുമാണ് നീങ്ങുന്നത്. താഴെയാണ് നോക്കുന്നതെങ്കിൽ അത് ഇടത്തോട്ടും, അവിടെ ചിലപ്പോൾ വലത്തേക്ക്, എൻ്റെ ഇടത്ത് വലത്തേക്കാണ് തിരിയുന്നത്. അപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നാലേ കറക്കാൻ പറ്റൂ. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കൺവീനിയൻ്റ് ആക്കുന്നുണ്ട്. വോൾട്ടേജ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടെങ്കിലും കറണ്ട് കിട്ടും. നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ പ്രശ്നമല്ല, കറണ്ട് ഫ്ലോ ചെയ്താൽ മതി. ഈ ഇലക്ട്രോൺസ് കൊണ്ടുവരുന്ന ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് പ്രശ്നമില്ല. അതായത് പോസിറ്റീവാൻ അങ്ങോട്ട് പോകുമ്പോഴാണോ ഇങ്ങോട്ട് പോകുമ്പോഴാണോ കത്ത് തരുന്നത് എന്നുള്ളത് നമുക്ക് വിഷയമില്ല, നമുക്ക് കത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് ഈ കറക്കത്തിൻ്റെ ഗുണം. അപ്പോൾ നമ്മുടെ എല്ലാ ടർബൈനുകളും കറങ്ങുന്ന രീതിയിലുണ്ടാകും. ഇല്ലെങ്കിൽ ഇത് നീക്കിക്കൊണ്ടിരിക്കണമല്ലോ, ഒരിടത്ത് തന്നെ വെച്ച് കറക്കിയാൽ മതി. കേസ് ചെയ്യാനും എഞ്ചിനീയറിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ മറ്റേ വശം എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യണം. അതിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേറെയും ഗുണമുണ്ട്. ആൾട്ടർനേറ്റീവ് കറണ്ട് വെച്ചിട്ട് നമുക്ക് പരസ്പരം കണക്ഷൻ ഇല്ലാത്ത രണ്ട് കമ്പികൾക്കിടയിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ പറ്റും. കാരണം ഒരു വശത്തെ കറണ്ട് മാറിക്കൊണ്ടിരുന്നാൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. ആ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നിടത്ത് വേറൊരു കമ്പി വെച്ചിരുന്നാൽ അതിനകത്ത് ഈ കറണ്ട് ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ ആക്ഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് കണക്ഷൻ കിട്ടുന്ന ട്രാൻസ്ഫോമർ ശരിക്കും ഒരു വൈദ്യുതിയായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടില്ല. കാരണം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ വരുന്ന കണക്ഷനും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കണക്ഷനും തമ്മിൽ ഒരു സർക്യൂട്ട് ഇല്ല. വയർലെസ് ആയിട്ടാണ് അത് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇത് എ സിക്ക് മാത്രമേ പറ്റൂ, ഡി സിക്ക് പറ്റില്ല. അപ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എ സിയാണ്. കാരണം ഈ കണക്ഷൻ ഇല്ലാത്തതല്ല ഗുണം. ഈ കറണ്ട് ഒരു കമ്പി കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഹീറ്റ് ഉണ്ടാക്കും. അത് ജൂൾ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കറണ്ട് എത്രത്തോളം കൂടുമോ അത്രയും പെട്ടെന്ന് അതിന് കൂടുതൽ ചൂടുണ്ടാക്കും. അപ്പം അങ്ങ് ഇടുക്കിയിൽ നിന്നും കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഇത്രയും ദൂരം കമ്പിയിലൂടെ ഈ കറണ്ട് വന്നാൽ അത് കറണ്ട് കൂടുതലാണെങ്കിൽ അത്രയും ഹീറ്റ് പോകും. അപ്പോൾ ഇത് എത്ര പവർ കൊണ്ടുവരും തീരുമാനിക്കുന്ന കറണ്ടും വോൾട്ടേജും കൂടെ ചേർന്നതാണ്. കറണ്ട് കൂടിയാൽ വോൾട്ടേജ് കുറയും, വോൾട്ടേജ് കൂട്ടി കറണ്ട് ഞാൻ പറഞ്ഞ കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് താനേ കൂടുമെന്നുള്ളതല്ല, വോൾട്ടേജും കറണ്ടും കൂടെ ചേർന്ന് എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതാണ് പവർ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പവർ സ്ഥിരമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വോൾട്ടേജിലാണ് അയക്കുന്നതെങ്കിൽ കറണ്ട് കുറയും, കൂടുതൽ കറണ്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് കുറയും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും സൗകര്യം വോൾട്ടേജ് കൂട്ടി അയക്കുന്നതാണ്. വോൾട്ടേജ് കൂട്ടി അയച്ചാലുള്ള ഗുണം കറണ്ട് കുറഞ്ഞിരിക്കും, അപ്പോൾ ഹീറ്റ് കുറയും, അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് കുറയും. അതുകൊണ്ട് പക്ഷേ ഈ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ എ സി ആണെങ്കിൽ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും പവർ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത് എ സി ആണ്. പക്ഷേ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് ഡി സിയിലാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്, മറുവശത്തേക്ക് കറണ്ട് ഒഴുകില്ല. ഞാൻ പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണം. ഈ കാണുന്ന ഫാൻ ഇലക്ട്രോണിക് ഉപകരണമല്ല, ഈ ഫാൻ ഇലക്ട്രിക്കൽ ഉപകരണമാണ്.
അത് കറണ്ട് എന്തിനകത്തൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് ആ വ്യത്യാസം തീരുമാനിക്കുന്നത്. സാധാരണ വയറിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അത് ഇലക്ട്രിക്കലാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക്സ് ആണ്. അത് ഇത്ര സിമ്പിളായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്ലാറ്റ് പഴയ CRT TV അല്ല, ഫ്ലാറ്റ് ടെലിവിഷൻ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഇലക്ട്രോണിക്സ് ആണ്. അതിനകത്ത് ഒരുപാട് അതിനകത്തും ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്. അത് DC പ്രവർത്തിക്കുകയുള്ളൂ. നമുക്ക് വീട്ടിൽ കിട്ടുന്നത് AC ആണ്. ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, TV പ്രവർത്തിക്കുന്ന AC DC? അതെല്ലാവരും പറയും AC. എന്തുകൊണ്ട്? വീട്ടിൽ കിട്ടുന്നത് AC ആണ്. AC കൊടുത്താൽ TV പ്രവർത്തിക്കത്തില്ല. TV പ്ലഗ് കുത്തുന്ന AC. പക്ഷേ TVക്കകത്ത് AC DC ആക്കാനുള്ള സംഭവമുണ്ട്. ആ DC ആണ് TV വർക്ക് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ DC വർക്ക് ചെയ്യും. ഞാനിത് വിഷയം ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് ഒരു 10 വോൾട്ട് അങ്ങോട്ടും ഒരു 10 വോൾട്ട് ഇങ്ങോട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് പരസ്പരം ക്യാൻസലായി പോകും. ഓക്കെ, ഒരു സെറ്റ് വയർ തന്നെ മതി വോൾട്ടേജ് കണക്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നോ ഇങ്ങോട്ട് കൊടുക്കുന്നോ എന്നുള്ള വിഷയമല്ല. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഈ വ്യത്യാസം നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് എഞ്ചിനീയറിംഗ് സൈഡാണ്. അപ്പോൾ പഴയ TV ഇല്ലേ, മീൻസ് ഈ ഫ്ലാറ്റ് TV വരുന്നതിന് മുമ്പുള്ള CRT TV, ഈ TV നന്നാക്കാൻ വരുന്ന ആൾ നമ്മൾ നോക്കിയാൽ അയാൾ തൊടാൻ പേടിക്കുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ പിക്ചർ ട്യൂബിൽ തൊടുന്ന സമയത്ത് അയാൾ വേറെ ആരെയും അടുപ്പിക്കത്തില്ല. അതായത് സംസാരിച്ചുകൊണ്ട് ചെയ്യില്ല. കാരണം അവിടെ 10-15,000 വോൾട്ട് അവിടെ വരുന്നുണ്ട്. നമ്മൾ അകത്തായി കൊടുക്കുന്നത് 240 വോൾട്ടാണ്. പക്ഷേ പിക്ചർ ട്യൂബ് വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയ വോൾട്ടേജ് പോരാ. അപ്പോൾ അതിനകത്ത് ഈ വോൾട്ടേജ് നമ്മൾ ഈ 240 വോൾട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് അതിനകത്ത് 15,000 വോൾട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ചോദിക്കാം. ഉണ്ടാക്കാൻ പറ്റും. അത് വോൾട്ടേജ് അങ്ങനെ മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. അത്രയും വോൾട്ടേജ് ഉള്ളപ്പോൾ അത് തൊടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവൻ പോകുന്ന കേസാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിൽ അവർ സൂക്ഷിച്ച് തൊടും. ഞാനിത് പറയാൻ കാരണം വോൾട്ടേജ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാം. നമുക്ക് കൊടുക്കുന്ന 240 ആണെങ്കിൽ അതിനകത്താണെങ്കിൽ 1,00,000 വോൾട്ട് ഉണ്ടാക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നൊരു വോൾട്ടേജ് വേറൊരു ഡയറക്ഷനിൽ അവിടെ തന്നെ ഉണ്ടാവും. ഈ 10,000 വോൾട്ടേജ് ഉണ്ടാക്കുമ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽ അല്ല എന്നുണ്ടെങ്കിൽ അത് കത്തിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സൈഡ് അവിടെ വ്യത്യാസമുണ്ട്. പക്ഷേ വോൾട്ടേജിൽ ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കോംപ്ലിക്കേഷൻ അതിനകത്തില്ല.